നമസ്കാരം. അഘോരവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ച് ചെറിയൊരു ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. മീനമാസത്തിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ഇതോടനുബന്ധിച്ച് കാവ് തീണ്ടൽ ചടങ്ങാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒരു കാലത്ത് ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ കാവ് പിൻകാലത്ത് ബ്രാഹ്മണ മേധാവിത്വത്തിൽ കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം. വടക്കൻ ജില്ലകളിൽ നിന്നും വന്ന് തീർത്ഥാടകർ അവരുടെ അവകാശത്തറയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിനുണ്ട്. ഇന്നും കൊടുങ്ങല്ലൂർ ഭരണി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരു ഉത്സവമാണ്. കൊടുങ്ങല്ലൂരും ചേരൻ്റെ രണ്ടാം തലസ്ഥാനമായ തൊണ്ടി തീണ്ടീസ് പട്ടണം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളും തമ്മിലുള്ള പുരാതന കാലത്തെ ബന്ധമായിരിക്കണം ഈ ആചാരങ്ങൾക്ക് പിന്നിൽ എന്ന് ചില ചരിത്രകാരന്മാർ കരുതപ്പെടുന്നു. പ്രത്യേകതകൾ: കാവ് തീണ്ടൽ, മന്ത്രതന്ത്രാദികൾ ഇല്ലാത്ത കൊടിയേറ്റം, കോഴിക്കല്ല് മൂടല്, പാലക്കാവേലൻ എന്ന മുക്കുവന്റെ ചടങ്ങുകൾ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ്. കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. ഇതിനെ ഭരണിമേല കൊടിയേറുക എന്നാണ് പറയുന്നത്. കാവ് തീണ്ടലിന് തുടക്കം കുറിക്കുന്ന ചുവപ്പ് കുട കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ കോയമയായ നമ്പൂതിരിയാണ് ഇത് ഉയർത്തുന്നത്. തലേ ദിവസം നടക്കുന്ന ചടങ്ങായ അശ്വതി നാളിൽ അശ്വതി കാവ് തീണ്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവുമില്ല. കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കൊടിയേറ്റ് മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷങ്ങൾ. മുഴുവൻ ആഘോഷങ്ങളും ഈ കാലയളവിൽ കേരളത്തിലെ മിക്ക ദ്രാവിഡ ക്ഷേത്രങ്ങളിലും പൂരവും, കുത്തിയോട്ടം, കെട്ടുകാഴ്ച എന്നീ ആഘോഷങ്ങൾ നടക്കുന്നു. അശ്വതി നാളിന് മുന്നേ തന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിരവധി പേർ കാവിലെത്തും. വ്രതാനുഷ്ഠാനത്തോട് എത്തുന്ന ഭക്തരെ ഭരണിക്കാർ എന്നാണ് വിളിക്കുക. കുംഭമാസത്തിലെ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. നല്ലവനായ വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന തട്ടാനുമാണിവർ. തട്ടാൻ മണികിളിക്ക് അമ്പലം വലം വെച്ച് അശുദ്ധമാക്കുന്നു. പ്ലാപ്പള്ളി തറവാട്ടിലെ മുത്തന്മാർ അശുദ്ധി തീർത്ത് ക്ഷേത്രം ശുദ്ധമാക്കുന്നു. അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു. അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി. മീനമാസത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങും. എല്ലാ പ്രദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്ന് ചേരുന്നു. തെറിപ്പാട്ടും പാടി മണികെട്ടിയ വടിയുമായാണവർ വരുക. വയനാട്, കണ്ണൂർ, തലശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നും സംഘമായും കാൽനടയായി വരുന്നവരുമുണ്ട്. ഭരണിക്ക് പോകുന്നതിന് 7 ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമായിരുന്നു. ശബരിമലയ്ക്ക് പോകുന്നത് പോലെയുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ എത്തിയിരുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാം എന്നും ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് വെള്ളത്തിന് പകരം മദ്യം തർപ്പണം ചെയ്യുന്ന പതിവായിരുന്നു എന്നാണ് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. കാവ് തീണ്ടാനെത്തുന്ന കോമരങ്ങൾ ചുവന്ന വസ്ത്രം ധരിച്ച് ഇതുമാതിരി 100 കണക്കിന് കോമരങ്ങൾ ഇവിടെ എത്തും. അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ശരണം, ദേവീ ശരണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അഘോര വിഷൻ ചാനലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.